സംസ്ഥാനത്ത് കാട്ടാനക്കലിയിൽ വീണ്ടും മരണം. വയനാട്ടിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. വെള്ളാഞ്ചേരി സ്വദേശി രാജുവാണ് മരിച്ചത്. കാട്ടാന ആക്രമിച്ചത് ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ ആനയെ കാടുകയറ്റാനുള്ള ശ്രമത്തിനിടയിൽ. സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ മൃതദേഹം തടഞ്ഞുവെച്ചാണ് പ്രതിഷേധം. വിവരങ്ങളുമായി ലിൻഡോ ആണ് ചേരുന്നത്. ലിൻഡോ, വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ്. അപ്പോഴും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? വയനാട് കാട്ടിക്കുളത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രാജു എന്ന ആൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവത്തെ തുടർന്നാണ് നാട്ടുകാർ ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാനന്തവാടി മെഡിക്കൽ കോളേജിന് മുന്നിൽ മൃതദേഹം തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. മതിയായ നഷ്ടപരിഹാരം ഈ രാജുവിന്റെ കുടുംബത്തിന് നൽകണം. ഒപ്പം നിരന്തരമായി കാട്ടാനാക്രമണം നേരിടുന്ന ഒരു പ്രദേശത്ത് അതിന് മതിയായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ നാട്ടുകാർ അവിടെ പ്രതിഷേധിക്കുന്നത്. ഇന്ന് രാവിലെയാണ് രാജു കാട്ടാന ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. ഈ വെള്ളാഞ്ചേരി ഭാഗത്ത് ഇന്ന് രാവിലെയോടുകൂടി കാട്ടാന ഇറങ്ങിയിരുന്നു. ഈ കാട്ടാനയെ തുരത്താൻ ഇത് ഉൾപ്പെടെ പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട ആ വേണം ഒന്നിവിടെ വരുമോ? ഒന്ന് മുഖം കാണിക്കാൻ പ്രതിഷേധം അവസാനിപ്പിക്കാൻ വരണ്ട ഇങ്ങോട്ട്. ആരോടാ ഞങ്ങൾ പറയേണ്ടത്? ചർച്ചയ്ക്ക് തയ്യാറാണ്. ബന്ധപ്പെട്ട MLA ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറ. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. നമ്മൾ ചർച്ച ചെയ്യാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ചർച്ച ചെയ്യാം. പിന്നെ ഗാനക്കാരന് ഒരു പ്രതിഷേധമില്ല, ഒരു പോക്കുമില്ല. ചേട്ടാ ഒന്ന് മാറിക്കൊടുക്കടാ. ചേട്ടാ ഇച്ചിരി ബാക്ക് കേട്ടോ പ്ലീസ്. ഇടതുവശം ഒന്നും ജനപ്രതിനിധിയെ ഇറങ്ങി വരുന്നില്ല. എന്ത് നാടാ ഇത്? എന്തൊരു അവസ്ഥയാണ്? ഒരു നോക്ക് വന്ന ഒരു ഷോ കാണിച്ച് പോയതാണ്. അതല്ല ചെയ്യേണ്ടത് ഒരു ജനപ്രതിനിധി. ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്താണ് വേണ്ടത്, അല്ലേ? ഇവിടെ ഉണ്ടായിട്ട് പോലും MLA ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. MLA അഡ്രസ് ചെയ്യേണ്ട ഈ ഒരു കാര്യം. അപ്പൊ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു സംസാരിക്കാമെന്നാണ്
കാട്ടാന ആക്രമണത്തിൽ മരിച്ച രാജുവിന്റെ മൃതദേഹവുമായി മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ആളുകൾ പ്രതിഷേധം നടത്തുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.